എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. വിവിധ ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷനാണ് ഇപ്പോൾ ഓഫീസേഴ്സ് സ്കെയിൽ 1, 2 ആൻഡ് 3 ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. IBPS വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 21. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. ഓൺലൈൻ പ്രിലിമിനറി എക്സാം വരുന്നത് നവംബർ അല്ലെങ്കിൽ ഡിസംബറിലായിരിക്കും. മെയിൻ എക്സാം ഡിസംബർ 2025 അല്ലെങ്കിൽ ഫെബ്രുവരി 2026 ഇൻ്റർവ്യൂ വരുന്നത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി 2026 ഇതാണ് ഷെഡ്യൂൾ വരുന്നത്. ഇതിൽ ഓരോ പോസ്റ്റിൻ്റെയും സെലക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓഫീസേഴ്സ് സ്കെയിൽ 1 ആൻഡ് ഓഫീസ് അസിസ്റ്റൻസ് മൾട്ടിപർപ്പസ് ആണെങ്കിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ട്. പ്രിലിമിനറി ഉണ്ടാവും, മെയിൻ എക്സാമും ഉണ്ടായിരിക്കും. ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് ആണെങ്കിൽ ഓൺലൈൻ പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ആവുന്നവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മെയിൻ എക്സാം ഉണ്ടായിരിക്കും. മെയിൻ എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വേക്കൻസികളിലേക്ക് അലൗട്ട് ചെയ്യുന്നത്. ഓഫീസേഴ്സ് സ്കെയിൽ 2 ആൻഡ് 3 ആണെങ്കിൽ സിംഗിൾ ഓൺലൈൻ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. അതിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്നവർക്ക് നേരിട്ട് കോമൺ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതാണ് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഇനി ഏതൊക്കെ ബാങ്കുകളിലാണ് വേക്കൻസി ഉള്ളത്, സ്റ്റേറ്റും ഒക്കെ നോക്കാം. കേരളത്തിൽ വേക്കൻസി ഉള്ളത് കേരള ഗ്രാമീൺ ബാങ്കിലാണ്. മല്ലപുരമാണ് റീജിയൺ വരുന്നത്. ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് കേരള ഗ്രാമീൺ ബാങ്കിലേക്കാണ്. ഇനി പ്രായപരിധി നോക്കാം. ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അതായത് ഓഫീസ് അസിസ്റ്റൻസ് മൾട്ടിപർപ്പസ് ആണെങ്കിൽ പ്രായപരിധി 18 മുതൽ 28 വരെയാണ്. കാൻഡിഡേറ്റ്സ് 2/9/1997 1/9/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് ആണെങ്കിൽ, അതായത് ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിൽ പ്രായപരിധി 18 മുതൽ 30 വരെയാണ്. കാൻഡിഡേറ്റ്സ് 2/9/1995 1/9/2007 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഓഫീസർ സ്കെയിൽ 2 ആണെങ്കിൽ 21 മുതൽ 32 വരെയാണ് പ്രായപരിധി വരുന്നത്. കാൻഡിഡേറ്റ്സ് 2/9/1993 1/9/2004 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി ഓഫീസർ സ്കെയിൽ 3 ആണെങ്കിൽ പ്രായപരിധി 21 മുതൽ 40 വയസ്സ് വരെയാണ്. കാൻഡിഡേറ്റ്സ് 2/9/1985 1/9/2004 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇതാണ് പ്രായപരിധി വരുന്നത്. ഈ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും PWBD കാറ്റഗറിക്ക് 10 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. എക്സ് സർവീസ്മെൻ കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ തസ്തികയിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഫീസ് അസിസ്റ്റൻസ് മൾട്ടിപർപ്പസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇതാണ് യോഗ്യത വേണ്ടത്. ഇനി പ്രൊഫഷൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അതായത് കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടറൊക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അതായത് കമ്പ്യൂട്ടർ നോളജൊക്കെ ഉള്ളവരാണെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ്. ഇനി അടുത്ത പോസ്റ്റ് ഓഫീസർ സ്കെയിൽ 1 ആണ്. അസിസ്റ്റൻറ്റ് മാനേജർ. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ തന്നെയാണ്. പക്ഷേ പ്രിഫറൻസ് കൊടുക്കുന്നത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, പിസിക്കൾച്ചർ,
അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെൻറ്റ്, ലോ, എക്കണോമിക്സ് ഓർ അക്കൗണ്ടൻസി. ഇതിലേതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെയും ലോക്കൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് ഓഫീസർ സ്കെയിൽ 2 ആണ്. ജനറൽ ബാങ്കിങ് ഓഫീസറാണ് മാനേജർ. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിഫറൻസ് കൊടുക്കുന്നത് ഡിഗ്രി ഇൻ ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, IT, മാനേജ്മെൻറ്റ്, ലോ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ഈ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. 2 years ആസ് ആൻ ഓഫീസർ ഇൻ എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്സ്പീരിയൻസ് വേണ്ടത്. ഇനി അടുത്തത് ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ആണ് മാനേജർ. IT ഓഫീസർ വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ആണ് വേണ്ടത്. 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി സർട്ടിഫിക്കറ്റ് ഇൻ ASP, PHP, C++, ജാവ, VP, VC, OCP ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 1 year എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് സർട്ടിഫൈഡ് അസോസിയേറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് വേണ്ടത്. 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അടുത്തത് ലോ ഓഫീസർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ലോ ആണ്. 50% മാർക്ക് ഉണ്ടായിരിക്കണം. 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് ആൻ അഡ്വക്കേറ്റ് ഓർ ലോ ഓഫീസറാണ് വേണ്ടത്. ഇൻ എനി ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എക്സ്പീരിയൻസ് വേണ്ടത്. ഇനി ട്രഷറി മാനേജർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ MBA ഇൻ ഫിനാൻസ് ആണ്. 1 year എക്സ്പീരിയൻസ് വേണം. മാർക്കറ്റിംഗ് ഓഫീസർ ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA ഇൻ മാർക്കറ്റിംഗ്, 1 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അഗ്രികൾച്ചറൽ ഓഫീസർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ഡയറി അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫിസിക്കൾച്ചർ ആണ്. 50% മാർക്ക് ഉണ്ടായിരിക്കണം. 2 year എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് ഓഫീസർ സ്കെയിൽ 3 ആണ് സീനിയർ മാനേജർ. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. 50% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ പ്രിഫറൻസ് കൊടുക്കുന്നത് കാൻഡിഡേറ്റ്സ് ഹാവിംഗ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, IT, മാനേജ്മെൻറ്റ്, ലോ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി ആണ്. ഇവിടെ മിനിമം 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് ആൻ ഓഫീസർ ഇൻ എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതാണ് ഓരോ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ഈ വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ്സ് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കണം. ഓഫീസർ സ്കെയിൽ 1 ആൻഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്രൊഫഷ്യൻസി ഇൻ ലോക്കൽ ലാംഗ്വേജ് ആവശ്യമാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിൽ മുകളിൽ ലെവലിലോ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻ്റ് ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും. ഇനി നിങ്ങളിങ്ങനെ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം ടൈം തരും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ മലയാളം ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻ്റ് ആവേണ്ടതായിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഓഫീസർ സ്കെയിൽ 1, 2 and 3 പോസ്റ്റിലേക്ക് SC, ST, PWD കാറ്റഗറിക്ക് 175 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 850 രൂപയാണ്. ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് ആണെന്നുണ്ടെങ്കിൽ SC, ST, PWD, ESM, DESM കാറ്റഗറിക്ക് 175 രൂപയാണ്. ബാക്കി എല്ലാ കാറ്റഗറിക്കും 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി ഓൺലൈൻ എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് പോസ്റ്റിൽ പ്രിലിമിനറി എക്സാമിൽ വരുന്നത് റീസണിംഗ് 40 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 40 മാർക്കാണ്. ഓഫീസർ സ്കെയിൽ 1 റീസണിംഗ് 40 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് 40 മാർക്ക്, ടോട്ടൽ 80 മാർക്കാണ്. മെയിൻ എക്സാമിനേഷൻ വരുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് റീസണിംഗ് 50 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 20 മാർക്ക്, ജനറൽ അവയർനെസ് 40 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മാർക്ക്, ഹിന്ദി ലാംഗ്വേജ് 40 മാർക്ക്, അത് ഓപ്ഷണലാണ്.
ന്യൂമറിക്കൽ എബിലിറ്റി 50 മാർക്കാണ് വരുന്നത്. ടോട്ടൽ 200 മാർക്കാണ്. ഇനി ഓഫീസർ സ്കെയിൽ 1-ന് റീസണിംഗ് 50 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 20 മാർക്ക്, ജനറൽ അവയർനെസ് 40 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 മാർക്ക്, ടോട്ടൽ 200 മാർക്കാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി പേപ്പറിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഏത് വേണമെന്നുള്ളത്. ഇതാണ് സബ്ജക്ട്സ് വരുന്നത് എക്സാമിൻ്റെ. ഓഫീസർ സ്കെയിൽ 1 ആൻഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് പോസ്റ്റുകളിൽ നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിൻ്റെ കോൾ ലെറ്റർ എക്സാം ഹാളിൽ വെച്ചിട്ട് എക്സാം സെൻറ്റർ സ്റ്റാഫ് സ്റ്റാമ്പ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ആ കോൾ ലെറ്റർ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മെയിൻ എക്സാമിന് പോകേണ്ടത്. ഓഫീസർ സ്കെയിൽ 2 ആൻഡ് 3 ആണെങ്കിൽ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൾ ലെറ്ററും അതിൻ്റെ കൂടെ നിങ്ങളുടെ ID പ്രൂഫിൻ്റെ കോപ്പിയും കൂടി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ അഡീഷണൽ ആയിട്ടൊരു ഫോട്ടോഗ്രാഫും കൂടി കയ്യിൽ കരുതിയിരിക്കണം. കോൾ ലെറ്ററിലുള്ള സെയിം ഫോട്ടോഗ്രാഫിൻ്റെ ഒരു കോപ്പിയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇനി എക്സാം മീഡിയം ഏതാണെന്ന് നോക്കാം. കേരളത്തിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം ഉണ്ട്. ഏത് ഭാഷയിൽ വേണമെങ്കിലും എക്സാം എഴുതാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് എക്സാം മീഡിയത്തിൻ്റെ ഏതാണെന്നുള്ളത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ മലയാളമാണ് വേണ്ടെങ്കിൽ മലയാളം ഒന്ന് കൊടുക്കേണ്ടതാണ്. ഇനി ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസറിൻ്റെ സിംഗിൾ ലെവൽ എക്സാമിനേഷൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റീസണിംഗ്, കമ്പ്യൂട്ടർ നോളജ്, ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഹിന്ദി ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. ടോട്ടൽ 200 മാർക്ക്. ഓഫീസർ സ്കെയിൽ 2 സ്പെഷ്യലിസ്റ്റ് കേഡർ ആണെങ്കിൽ പ്രൊഫഷണൽ നോളജ് 40 മാർക്ക്, റീസണിംഗ് 40 മാർക്ക്, ഫിനാൻഷ്യൽ അവയർനെസ് 40 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് 20 മാർക്ക് വെച്ച്, കമ്പ്യൂട്ടർ നോളജ് 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ 40 മാർക്ക്. ടോട്ടൽ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓഫീസർ സ്കെയിൽ 3 ആണെങ്കിൽ റീസണിംഗ് 50 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 20 മാർക്ക്, ഫിനാൻഷ്യൽ അവയർനെസ് 40 മാർക്ക്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് 40 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ 50 മാർക്ക്. ടോട്ടൽ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രിലിമിനറി എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലാണ്. ഇനി സിംഗിൾ അല്ലെങ്കിൽ മെയിൻ എക്സാം സെൻറ്റർ വരുന്നത് എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി SC, ST, OBC, PWBD, എക്സ് സർവീസ്മെൻ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത സമയത്ത് ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് കോളം ഉണ്ടായിരിക്കും. അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ കിട്ടുന്നതായിരിക്കും. ഇനി ഓഫീസർ സ്കെയിൽ 1, 2 ആൻഡ് 3 പോസ്റ്റിൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂവും ടൈമും ഡേറ്റും ഒക്കെ എവിടെയാണെന്നുള്ളത് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിൻ്റെ കോൾ ലെറ്ററിൽ ഉണ്ടായിരിക്കും. IBPSൻ്റെ സൈറ്റിലായിരിക്കും ഇൻ്റർവ്യൂ കോൾ ലെറ്ററൊക്കെ വരുന്നത്. 100 മാർക്കിനാണ് ഇൻ്റർവ്യൂ. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ ഒറിജിനലും കൊണ്ടുപോകണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർവ്യൂ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട്, നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും, എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റ് ആണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, SC, ST, OBC ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. ഇതിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക. സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഏത് അതോറിറ്റിയിൽ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 21 ആണ്. ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.ibps.in ആണ്. നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും അവിടെ ഹോം പേജിൽ CRP for RRBs എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നും ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ CRP RRBs ഓഫീസേഴ്സ് സ്കെയിൽ 1, 2 ആൻഡ് 3 എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടത്. എക്സാമിൻ്റെയൊക്കെ കോൾ ലെറ്റർ നിങ്ങൾക്ക് IBPSൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പരും പാസ്വേഡൊക്കെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോൾ ലെറ്റർ വരുവാണെന്നുണ്ടെങ്കിൽ കോൾ ലെറ്റർ വന്നതിൻ്റെ ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ SMS വഴിയോ കിട്ടുന്നതായിരിക്കും. മറ്റെന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളുണ്ടെങ്കിൽ IBPSൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇവിടെ ഓരോ പോസ്റ്റിൻ്റെയും വേക്കൻസി കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. SC/ST കൊടുത്തിട്ടുണ്ട്, OBC കൊടുത്തിട്ടുണ്ട്, EWS കൊടുത്തിട്ടുണ്ട്, ഡിസബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന വിവിധ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.